ഇരിക്കുന്ന കസേരയുടെ മഹത്വം മനസ്സിലാക്കാൻ കഴിയാതെ പോയ ഒരു പാവം നേതാവാണ് ശ്രീ വി ഡി സതീശൻ. അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. പക്ഷെ അദ്ദേഹം മാത്രം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല അദ്ദേഹം മുഖ്യമന്ത്രിയാണെന്ന്. നിങ്ങൾ കാണുന്ന റീലുകളിലും നിങ്ങൾ കാണുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലും നിങ്ങൾ കാണുന്ന അദ്ദേഹത്തിൻ്റെ നടന വിശേഷങ്ങൾ, നാട്യവിശേഷങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്താണ്? അദ്ദേഹം മുഖ്യമന്ത്രിയാണെന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ? അദ്ദേഹം അത്രയും പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന വ്യക്തിയാണെന്ന് നാട്ടിലെ മറ്റ് മനുഷ്യർക്ക് അറിയാമെന്നുള്ള വിചാരമെങ്കിലും അദ്ദേഹം കാണിക്കാറുണ്ടോ? വിഴിഞ്ഞത്ത് കയറ്റ് ഇറക്കുമതികളുടെ പുതിയ പദ്ധതി ഉദ്ഘാടനം ചെയ്തിട്ട് അദ്ദേഹം നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ കോടാനുകോടി മലയാളികളും ലോകമെങ്ങുമുള്ള ആളുകളും കണ്ട് പൊട്ടിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് കയറ്റി അയക്കാൻ പോകുന്ന ഒരുപാട് വസ്തുക്കളുണ്ട്. വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ എണ്ണി പറയാൻ കഴിയും നമുക്ക്. പക്ഷേ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നിട്ട് നാലാംകിട സിനിമ ഡയലോഗ് പോലെ ചുമ്മാ തള്ളി മറിക്കുകയാണ്. നമ്മുടെ പഴംപൊരി കയറ്റി അയക്കും, നമ്മുടെ വട കയറ്റി അയക്കും, കട്ടൻ ചായ കയറ്റി അയക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇത് വിഡ്ഢിത്തമാണെന്ന് അദ്ദേഹത്തിനും അറിയാം. ഇതൊക്കെ പ്രശസ്തിക്ക് വേണ്ടിയുള്ള ഗിമ്മിക്കുകളാണോ അല്ലെങ്കിൽ വൈറലാകാനുള്ള കുറുക്കു വഴികളാണോ? ഈ കുറുക്കു വഴികളൊക്കെ അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുക്കുന്നത് ആരാണെന്നോ നമുക്ക് വ്യക്തമല്ല. ഏതായാലും ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇലക്ഷൻ കഴിഞ്ഞ് ഇത്രയും നാളായി, 3 മാസത്തോളമായി, അപ്പോഴും 2 മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത ആളുകളെ വയ്ക്കരുത്, അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ തന്നെ പ്രൊമോട്ട് ചെയ്ത് സെക്രട്ടറി ആക്കിയ, പേഴ്സണൽ സെക്രട്ടറി ആക്കിയ അവസ്ഥയൊക്കെ ഉണ്ട്. അതൊക്കെ രാഷ്ട്രീയം, അതൊക്കെ നമുക്ക് മറന്നു കളയാം. പക്ഷേ അദ്ദേഹം ഇരിക്കുന്നത് മുഖ്യമന്ത്രി കസേരയിലാണ്. ഇനിയെങ്കിലും ശ്രീ വി ഡി സതീശൻ അത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ അദ്ദേഹം അത് മനസ്സിലാക്കിയില്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് വി ഡി സതീശനാണ് മുഖ്യമന്ത്രിയെന്ന്. ഈ പരമാർത്ഥമെങ്കിലും അദ്ദേഹം മനസ്സിലാക്കണം. അല്ലെങ്കിൽ ആകെ നാണം കെട്ട് അവശത അനുഭവിക്കേണ്ടി വരും ശ്രീ വി ഡി സതീശന്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി കസേരയിൽ എത്ര കാലം ഇരിക്കാൻ പറ്റുമെന്ന് പോലും അദ്ദേഹത്തിൻ്റെ ജാതകമൊക്കെ ഇനി പരിശോധിക്കേണ്ടി വരും. കാരണം ഈ പോക്കാണെങ്കിൽ കോൺഗ്രസ്സുകാർ തന്നെ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി തന്നെ വി ഡി സതീശനെ ആ കസേരയിൽ നിന്ന് ചവിട്ടി പുറത്താക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. മുഖ്യമന്ത്രിയാണ് എന്നുള്ള ബോധ്യം വി ഡി സതീശന് ഉണ്ടാകണം. ഇങ്ങനെ പൊട്ടത്തരവും വിടുവായ്ത്തരവും തള്ളും നടത്തുന്നത് നിർത്തണം എന്ന് അപേക്ഷിക്കുകയാണ്. ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട്.